ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ബോർഡ് എക്സാമൊക്കെ അടുത്ത് വന്നു. നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ മാത്തമാറ്റിക്സിലെ ഏതാനും ചില ചാപ്റ്ററുകൾ, അതായത് നമുക്കറിയാം മാത്തമാറ്റിക്സിനകത്ത് ഏറ്റവും നമ്മുടെ ബുദ്ധിമുട്ടെന്ന് നമുക്ക് തോന്നുന്നത് എപ്പോഴും ഏതാ, ഇൻ്റഗ്രലാണ്, ഇൻ്റഗ്രൽ കാൽക്കുലസ് ആണ് അല്ലേ. അപ്പോൾ ആ ഇൻ്റഗ്രൽ കാൽക്കുലസിനകത്ത് വരുന്ന ഏതാനും ചാപ്റ്ററുകൾ, അതായത് നമുക്കറിയാലോ ഇൻഡെഫിനിറ്റ് ആൻഡ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസും ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസും ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറഞ്ഞ സെക്ഷനാണ് അല്ലേ. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് ഈ ബോർഡ് എക്സാമിന് ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിക്കളയാം അല്ലേ. ആ കൺസെപ്റ്റിൽ നിന്ന് നമുക്ക് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് വരികയും ചെയ്യും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആത്മാർത്ഥതയോടുകൂടി ഇത് നോക്കിക്കണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു സ്കോർ നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റും. നമുക്ക് ഏകദേശം ഇതിനകത്ത് നമ്മുടെ ഏകദേശം വരുന്ന ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് നോക്കിക്കളയാം. അതിനകത്തിൻ്റെ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് നമുക്ക് നോക്കുമ്പോൾ ഏറ്റവും ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൻ്റെ സ്കോർ വെയിറ്റ് ഏകദേശം 9 മാർക്കിൻ്റെ സ്കോർ വെയിറ്റ് വരുന്നുണ്ട്. അതുപോലെ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസിൽ നിന്ന് 6 മാർക്കിൻ്റെ ഒരു സ്കോർ വെയിറ്റ് നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ നമുക്ക് 7 മാർക്കിൻ്റെ സ്കോർ വെയിറ്റേജ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽസിനകത്ത് നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കോറായിട്ട് വരുന്ന കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത് സം മെത്തേഡ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ, integrals of some particular functions, integration through partial fractions, then integration by parts, some properties of definite integrals is very important part of integrals. Integralsനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോറായിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മളിപ്പം പറഞ്ഞത്. ഇനി ഇത് ഓരോന്നും നമുക്ക് ഇതിനകത്തെ പ്രധാനപ്പെട്ട ഇതിനകത്ത് വരുന്ന ഈ കൺസെപ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നോക്കാം. സം മെത്തേഡ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ, അതിനകത്ത് നമുക്കറിയാം ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് റൈസ് ടു എൻ എഫ് ഡാഷ് എക്സ് ഡി എക്സ്, അതായത് എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ്, എഫ് ഓഫ് എക്സ് ഒരു പവറിലാണ് വന്നിരിക്കുന്നത്, അതിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് എന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് റൈസ് ടു n+1/n+1 എന്ന രീതിയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അത് നമ്മൾ ഓർത്ത് വെക്കണം കേട്ടോ. അങ്ങനെ കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും പറ്റും. അതേപോലെ തന്നെ ഇൻ്റഗ്രൽ എഫ് ഡാഷ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു, കാരണം എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് എഫ് ഡാഷ് എക്സ്. അങ്ങനെ വരുന്നതിന് എപ്പം നമുക്ക് ലോഗ് ഓഫ് ഡിനോമിനേറ്റർ പ്ലസ് സി എന്നുള്ള രീതിയിൽ കറക്റ്റ് ചെയ്യാം. ലോഗ് ഓഫ് ഡിനോമിനേറ്റർ പ്ലസ് സി, അതായത് ലോഗ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് സി എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് ഡി എക്സ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഓഫ് ഇൻ്റഗ്രേഷൻ. സാധാരണ രീതിയിൽ 1 മാർക്ക് MCQ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പോയിൻ്റാണ് ഇൻ്റഗ്രൽ ഇ റൈസ് ടു എഫ് ഓഫ് എക്സ്, ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഇനി നമുക്കറിയാം സാധാരണ രീതിയിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഡയറക്റ്റ് നമ്മുടെ റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ വി ക്യാൻ യൂസ് എ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ദിസ് മെത്തേഡ് ഈസ് അഡോപ്റ്റബിൾ ഫോർ ട്രിഗ്നോമെട്രിക് സബ്സ്റ്റിറ്റ്യൂഷൻസ്, ദെൻ ഡെറിവേറ്റീവ് എക്സിസ്റ്റ്. അതേപോലെ തന്നെ ഈ സെയിം സംഭവം തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ യൂസ് ചെയ്യുമ്പോൾ, ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്കറിയാം അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഉണ്ട്. അപ്പോൾ ആ ലിമിറ്റ് കൂടെ ചേഞ്ച് ചെയ്യണം. ഫംഗ്ഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ലിമിറ്റ് ചേഞ്ച് ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണതാണ് നമുക്ക് വളരെ എളുപ്പമായിരിക്കും സോൾവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ കണ്ടോ, എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ജി ഓഫ് ടിയിലാണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു, ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് ജി ഡാഷ് ഓഫ് ടി, അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു. അത് ഡി എക്സിന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ജി ഡാഷ് ഓഫ് ടി ഇൻറ്റു ഡി ടി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഫംഗ്ഷൻ മൊത്തം വേറൊരു വേരിയബിളിലേക്ക് ചേഞ്ച് ആക്കപ്പെടുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമുമായിട്ട് അതിനെ കണക്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിനകത്ത് ഒരു പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഫൈൻഡ് ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 + 2x dx. ഫൈൻഡ് ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 + 2x dx. ഇതിൻ്റെ പ്രത്യേകത അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ റൂട്ട് 1 + 2x ഞാൻ ഉണ്ടോ, റൂട്ട് 1 + 2x is equal to t എന്ന് കൊടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനെ സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ 1 + 2x is equal to t² എന്ന് വരും. ഓക്കെ, സോ ദിസ് ഈസ് ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് എടുത്തേ 2 × dx ബൈ dt. അപ്പോൾ ദാറ്റ് മീൻസ് നമുക്ക് പറയാൻ പറ്റും 2 is equal to ഇവിടെ 2 × dt ബൈ dx കേട്ടോ, dt ബൈ dx ഉണ്ടോ. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, ദാറ്റ് ഈസ് 2 ഈസ് ഈക്വൽ ടു ടി സ്ക്വയറിൻ്റെ 2 × 2 അല്ലേ, ടി സ്ക്വയർ ഈസ് 2 × t 2t അല്ലേ, 2t × dt ബൈ dx. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം 2dx is equal to 2t dt ഉണ്ടോ. അപ്പോൾ 2 2 കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡി എക്സിന് പകരം ടി ഡി ടി എന്ന് പറയാൻ പറ്റും. സോ ദിസ് ഇൻ്റഗ്രൽ ബിക്കംസ്, കണ്ടോ ഈ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും, ഇൻ്റഗ്രൽ ബിക്കംസ് ഇവിടെ
1 പ്ലസ് 2x ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ ആണ്. 1 പ്ലസ് 2x ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ ആണ്. അപ്പോൾ ടി സ്ക്വയർ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 1 പ്ലസ് 2x ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ ആണെങ്കിൽ 2x ഇസ് ഈക്വൽ ടു എങ്ങനെ എടുക്കാം? ടി സ്ക്വയർ മൈനസ് 1, ദെൻ ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ മൈനസ് 1/2 എന്ന് എടുക്കാം. ടി സ്ക്വയർ മൈനസ് 1/2 എന്ന് എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. എക്സിന് പകരം എന്തെടുക്കാം? ടി സ്ക്വയർ മൈനസ് 1/2 ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് ടി എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടി ആയിട്ട് എടുത്തിരിക്കുന്നത് കണ്ടോ. ടി റൂട്ട് ഓഫ് 1 പ്ലസ് ടി എക്സ് ടി എന്ന് എടുത്തു. ഇനി ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടി ഡി ടി കണ്ടോ, ടി ഇൻറ്റു ഡി ടി. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ ടി സ്ക്വയർ മൈനസ് 1 ഇൻറ്റു ടി സ്ക്വയർ ഉണ്ടോ ഡി ടി. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ബൈ 2 ഉണ്ടല്ലേ. ടി സ്ക്വയർ മൈനസ് 1/2 ആ 1/2 വെളിയിലിട്ടേക്കുക. 1/2 ഇൻറ്റു ടി സ്ക്വയർ മൈനസ് 1/2 ടി സ്ക്വയർ മൈനസ് 1 ഇൻറ്റു ടി സ്ക്വയർ ഡി ടി എന്ന് എടുത്തു കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റുമല്ലോ. ഇതിനെ ബ്രാക്കറ്റ് അങ്ങോട്ട് ഓപ്പൺ ചെയ്തത് 1/2 ഇൻറ്റു ടി സ്ക്വയർ ടി റേസ് ടു 4 ഡി ടി മൈനസ് ടി സ്ക്വയർ ഡി ടി ഉണ്ടോ. രണ്ട് ഇൻറ്റഗ്രലായിട്ട് നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാനായിട്ട് പറ്റും ഉണ്ടോ. ഹാഫ് ഇൻറ്റു എന്നിട്ടിട്ട് ചെയ്യാം. അപ്പോൾ രണ്ടിൻ്റെ ഇൻറ്റഗ്രൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് നമുക്കറിയാൻ പറ്റും. ഹാഫ് ഇൻറ്റു ടി റേസ് ടു 5/5 മൈനസ് ടി റേസ് ടു 3/3 ഉണ്ടോ. സോ ദാറ്റ് ഈസ് 1/2 ഇൻറ്റു ടിയുടെ വാല്യൂ റീപ്ലേസ് ചെയ്യുക. ടി എന്തായിട്ട് എടുത്ത റൂട്ട് 1 പ്ലസ് 2x ദ ഹോൾ റേസ് ടു 5 ഡിവൈഡഡ് ബൈ 5 മൈനസ് റൂട്ട് 1 പ്ലസ് 2x ദ ഹോൾ റേസ് ടു 3 ഡിവൈഡഡ് ബൈ 3 ഹോൾ റേസ് ടു 3 ഡിവൈഡഡ് ബൈ 3 ഉണ്ടോ. ഓൾ റേസ് ടു 3 ഡിവൈഡഡ് ബൈ 3 എന്നുള്ള രീതിയിലേക്ക് എടുത്ത് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അത് നമ്മൾ പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിവിടെ ചിന്തിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ലിസൺ ഉണ്ടോ. ഇവിടെ നമുക്ക് ചിന്തിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എടുക്കാൻ പറ്റും? 1/2 ഇൻറ്റു ഉണ്ടോ 1/2 ഇൻറ്റു റൂട്ട് 1 പ്ലസ് 2x എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 2x എന്ന് പറഞ്ഞാൽ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ 1/2 ആണ്. അപ്പോൾ 1/2 ആണെങ്കിൽ അതിന് 5/2 എന്ന് എഴുതാൻ പറ്റില്ല. അപ്പോൾ 1 പ്ലസ് 2x റേസ് ടു 5/2 ഉണ്ടോ. 1 പ്ലസ് 2x റേസ് ടു 5/2 ബൈ 5 മൈനസ് ഇവിടെ റൂട്ട് എടുക്കുമ്പോൾ 3/2 എന്ന് പറയും. അപ്പോൾ 1 പ്ലസ് 2x റേസ് ടു 3/2 ബൈ 3 പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ സി. അപ്പോൾ എപ്പോഴും ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ കഴിയുമ്പോൾ നമ്മൾ എപ്പോഴും കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുക. അപ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ നമുക്ക് ആ പ്രോബ്ലം ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും സോൾവ് ചെയ്യാനും പറ്റി. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ അടുത്ത പ്രോബ്ലം നോക്കാം. നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ടോ ഒരു ഡെഫിനിറ്റ് ഇൻറ്റഗ്രലാണ്. വി ക്യാൻ യൂസ് ദിസ്. ഞാൻ പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യണം? അതിൻ്റെ ലിമിറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യണം അല്ലേ. അപ്പോൾ ഇവാലുവേറ്റ് ഇൻറ്റഗ്രൽ 0 ടു π²/4 സൈൻ റൂട്ട് എക്സ് ബൈ റൂട്ട് എക്സ്. വി പുട്ട് ടി ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെടുക്കാം? റൂട്ട് എക്സ് എന്ന് എടുത്തു ഉണ്ടോ. വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഡി ടി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1/2 റൂട്ട് എക്സ് ഉണ്ടോ. അപ്പോൾ നമുക്ക് എവിടുന്ന് 2 ഡി ടി എന്ന് പറഞ്ഞാൽ 1/√x dx എന്ന് പറയാൻ പറ്റും. ഓക്കെ, 2 dt is equal to 1/√x dx എന്ന് പറയാൻ പറ്റും. ഇനി ഇവിടെ ലിമിറ്റ് t equal to √x ആണെങ്കിൽ നമുക്കറിയാം t is equal to എക്സിന് പകരം 0 ലിമിറ്റ് ചേഞ്ച് ചെയ്യണം. √0 എന്ന് കിട്ടും. അതുപോലെ തന്നെ t is equal to root of π²/4 π²/4ൻ്റെ റൂട്ട് എടുക്കുമ്പോൾ π/2 എന്ന് കിട്ടും കേട്ടോ. π/2. സോ ദിസ് ഇൻറ്റഗ്രൽ ബിക്കംസ് ഇൻറ്റഗ്രൽ 0 to π/2 ഉണ്ടോ. 0 to π/2 സൈൻ റൂട്ട് എക്സ് ദാറ്റ് മീൻസ് സൈൻ ടി 1/√x dx is 2 dt. ആ 2 വെളിയിലിട്ട് കഴിഞ്ഞാൽ ഡി ടി എന്ന് എഴുതി ഉണ്ടോ. സോ 2 ഇൻറ്റു ഇൻറ്റഗ്രൽ സൈൻ ടി. സൈൻ ടിയുടെ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് മൈനസ് കോസ് ടി ആണ്. ബിറ്റ്വീൻ്റെ ലിമിറ്റ് 0 to π/2. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് അപ്പർ ലിമിറ്റും കൊടുക്കണം ലോവർ ലിമിറ്റും കൊടുക്കണം അല്ലേ. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തോണ്ട് ഈ പ്രോബ്ലം നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഇൻറ്റു മൈനസ് കോസ് ടി. അപ്പോൾ മൈനസ് കോസ് π/2 മൈനസ് കോസ് 0 അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. സോ ദാറ്റ് ഈസ് 2 ഇൻറ്റു കോസ് π/2 കോസ് 90 0 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് കോസ് 0 1. അപ്പോൾ 0 പ്ലസ് 1 ദാറ്റ് മീൻസ് 2 ഇൻറ്റു 1 ഈക്വൽ ടു 2. ദാറ്റ് ഇസ് ആൻസർ ഉണ്ടോ. അപ്പോൾ 2 എന്ന ആൻസറിലേക്ക് നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അവിടെ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് ഉപയോഗിച്ചത്. ബട്ട് ലിമിറ്റ്സ് നമ്മളവിടെ ചേഞ്ച് ചെയ്തു. സോ ദ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻറ്റഗ്രേഷൻ ത്രൂ പാർഷ്യൽ ഫ്രാക്ഷൻസ് ആണ്. അപ്പോൾ ഈ പാർഷ്യൽ ഫ്രാക്ഷൻസിന്റെ പ്രത്യേകം നമുക്കറിയാം. ഒരു ലീനിയർ ഫാക്ടർ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഫാക്ടർ ആണെങ്കിൽ ന്യൂമറേറ്റർ ഉണ്ടെങ്കിൽ അതിന് താഴെ വരുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും അതിനേക്കാൾ കൂടിയ ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ന്യൂമറേറ്ററിനേക്കാൾ കൂടിയ ഡിഗ്രിയാണ് ഡിനോമിനേറ്റർ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ വി ക്യാൻ യൂസിങ് പാർഷ്യൽ ഫ്രാക്ഷൻസ്. അതിനെ നമ്മൾ സെപ്പറേറ്റ് ആക്കി മാറ്റി ഒരു ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉപയോഗിച്ച് നമുക്കതിനെ ഡയറക്റ്റ് ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. യാതൊരു പ്രശ്നവും അതിനകത്ത് വരത്തില്ല. അപ്പോൾ ഇവിടെ px plus q divided by x minus a into x minus b. So that is a by x minus a plus b by x minus b. കണ്ടോ. അപ്പോൾ അതിനെ ഏത് രീതിയിലോട്ട് കൺവേർട്ട് ചെയ്യണം? a by x മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് മൈനസ് ബി എന്ന രീതിയിലേക്ക് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ അടുത്തൊരു ഫോമാണ് പി എക്സ് പ്ലസ് ക്യൂ ബൈ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ.
കേട്ടോ. പി എക്സ് പ്ലസ് ക്യൂ ബൈ എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ പി എക്സ് പ്ലസ് ക്യൂ ബൈ എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ ഹോൾ സ്ക്വയർ തൊട്ട് പുറകിലുള്ള ഫാക്ടർ എക്സ് മൈനസ് എ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെ എടുത്ത് വരുമ്പോഴത്തേക്ക് എടുക്കണം എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ കേട്ടോ. ബി ബൈ എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ രണ്ട് ഫാക്ടർ ആയിട്ട് മാറ്റി. സോ ദെൻ ആഫ്റ്റർ ഇൻ്റഗ്രേറ്റിംഗ് അതിനുശേഷം നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യണം വി ക്യാൻ ഫൈൻഡ് ഇറ്റ് എ ആൻഡ് ബി കേട്ടോ. എയും ബിയും നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കണം. ഇനി എല്ലാത്തിൻ്റെ എയും ബിയും കാണുന്നത് ഒന്നെങ്കിൽ നമ്മൾ നമ്പറിങ് കൊടുക്കണം. ആ ഫാക്ടറിനകത്ത് നമ്പറിങ് കൊടുത്ത് നമ്മൾ ഈ പറയുന്ന പോലെ എയും ബിയും കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഇക്വേറ്റിംഗ് ദ ഹയർ പവേഴ്സ് ഇക്വേറ്റ് ചെയ്ത് വെച്ച് രണ്ട് സൈഡിൽ ഇക്വേറ്റ് ചെയ്തിട്ടുണ്ട് എയും ബിയും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ദ നെക്സ്റ്റ് ഫോം ഈസ് px square plus qs plus r by x minus a the whole square into x minus b ഉണ്ടോ. അപ്പോൾ ഹോൾ സ്ക്വയർ ആകുമ്പോൾ അതിൻ്റെ തൊട്ട് പുറകിലത്തെ ഫാക്ടർ പറഞ്ഞാൽ എക്സ് മൈനസ് ഉണ്ട്. അപ്പോൾ നമുക്കിതിനെ എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് സി ബൈ എക്സ് മൈനസ് ബി എന്നുള്ള രീതിയിൽ ഫാക്ടറൈസ് ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അങ്ങനെ പാർഷ്യൽ ഫ്രാക്ഷനിലേക്ക് മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ദ നെക്സ്റ്റ് ഫോം px square plus qx plus r by x minus a into x minus b into x minus c മൂന്ന് ഫാക്ടർ ആക്കുകയാണ് കിടക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് a by x minus a plus b by x minus b plus c by x minus c എടുത്തിട്ട് വേണം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. So the next one px square plus qx plus r by x minus a into x square plus bx plus c where x square plus bx plus c cannot be factorized. അതിനെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫാക്ടറൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാതെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഫോമിനെ, അങ്ങനെ വരുന്ന ഫോമിനെ നമ്മൾ ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി എക്സ് പ്ലസ് സി ബൈ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആ ഫോമിലോട്ട് എടുത്തിട്ട് എയും ബിയും സിയും കണ്ടുപിടിച്ചിട്ട് ആ പാർഷ്യൽ ഫ്രാക്ഷനെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പുറകോട്ട് പഠിച്ച നമ്മുടെ സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ ഉപയോഗിക്കേണ്ടി വരും. നമ്മൾ പഠിച്ച മെത്തേഡ്സുകളൊക്കെ ഉപയോഗിക്കേണ്ടി വരും. ആ മെത്തേഡ്സ് ഒക്കെ ഉപയോഗിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്തു പോവുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് പ്രോബ്ലം ഫൈൻഡ് ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 9 ഡി എക്സ് ഉണ്ടോ. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ പുട്ട് ഞാനിവിടെ എക്സ് സ്ക്വയറിന് പകരം ടി എന്നങ്ങ് കൊടുക്കുവാണ്. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ടി ഉണ്ടോ. എക്സ് സ്ക്വയറിന് ടി എന്ന് കൊടുത്താൽ ദിസ് ഇൻ്റഗ്രൽ ബിക്കംസ് ഇൻ്റഗ്രൽ എന്ത് കിട്ടും? ടി ഡിവൈഡഡ് ബൈ എങ്ങനെ കിട്ടും? ടി പ്ലസ് 4 ഉണ്ടോ ഇൻറ്റു ടി പ്ലസ് 9 കിട്ടി കേട്ടോ. നമ്മൾ ആ ഒരു രീതിയിലോട്ട് ആ ഫ്രാക്ഷനെ ഒന്ന് മാറ്റിയെടുത്തു കേട്ടോ. അതായത് എക്സ് സ്ക്വയറിന് പകരം അങ്ങോട്ട് ടി കൊടുത്തിട്ട് ആ ഫ്രാക്ഷനെ ഞാനൊന്ന് മാറ്റിയെടുത്തു. അപ്പോൾ നമുക്ക് ടി ബൈ ടി പ്ലസ് 4 ഈക്വൽ ടി പ്ലസ് 9 കിട്ടി. സോ മൾട്ടിപ്ലൈങ് ത്രൂ ഔട്ട് വിത്ത് ടി പ്ലസ് 4 ഇൻറ്റു ടി പ്ലസ്. അത് നമുക്ക് ആദ്യം ഇതിനെ ഇങ്ങനെ എഴുതണം. പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമിൽ എടുക്കുകയാണെങ്കിൽ എ ബൈ ടി പ്ലസ് 4 എന്ന് കൊടുത്തു കേട്ടോ, പ്ലസ് ബി ബൈ ടി പ്ലസ് 9 എന്ന് കൊടുത്തു. എന്നിട്ട് നമുക്ക് എയും ബി ഒന്ന് കണ്ടുപിടിച്ച് കളഞ്ഞിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പർട്ടിക്കുലർ ഫോമാണ് പാർഷ്യൽ ഫ്രാക്ഷൻസിൻ്റെ വേറൊരു പർട്ടിക്കുലർ ഫോമാണ്. അപ്പോൾ നമ്മൾ ഈ ടൈപ്പ് പ്രോബ്ലം ഒക്കെ സാധാരണ വരാറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ടി ഈസ് ഈക്വൽ ടു മൾട്ടിപ്ലൈങ് ത്രൂ ഔട്ട് എടുക്കുമ്പം എ ഇൻറ്റു ടി പ്ലസ് 9 പ്ലസ് ബി ഇൻറ്റു ടി പ്ലസ് 4 ഉണ്ടോ. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു -4 ആയിക്കഴിഞ്ഞാൽ നമുക്കിവിടെ എന്തെടുക്കാൻ പറ്റും? -4 പ്ലസ് 9 ഈസ് 5 അല്ലേ. അപ്പം ഇവിടെ -4 ആണ്. -4 ഇസ് ഈക്വൽ ടു -4 പ്ലസ് 9 ഇസ് 5a. ഇവിടെ -4 പ്ലസ്, അപ്പം -4/5 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? എ എന്ന് കിട്ടി. -4/5 ഇസ് ഈക്വൽ ടു എ എന്ന് കിട്ടിയല്ലോ. ഓക്കെ, അടുത്തത് നമുക്ക് എടുക്കാം. ടി ഇസ് ഈക്വൽ ടു ഞാൻ -9 എന്ന് കൊടുക്കുന്നു. -9 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് -9 ഇസ് ഈക്വൽ ടു -9 പ്ലസ് 9 0 ആയി പോയല്ലോ. പിന്നെ വരുന്ന -9 പ്ലസ് 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -5 എന്ന് വരും. -5b. So which implies that 9/5 is equal to b എന്ന് കിട്ടി കേട്ടോ. 9/5 is equal to b. ഇനിയിപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുണ്ടല്ലോ. ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് ഉണ്ടോ, ഡി എക്സിലോട്ട് ആക്കുക. അപ്പോൾ എക്സ് ടീനെ എക്സ് സ്ക്വയർ പഴയ ഫോമിലോട്ട് നമുക്ക് ആക്കി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഇവിടെ ഇത്രയും മുതൽ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന സ്ഥാനത്ത് എന്ത് കൊടുക്കുക? നമ്മൾ തിരിച്ചു കൊടുക്കുക. ടിയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? എക്സ് സ്ക്വയർ തിരിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ നമുക്കറിയാം എ എന്ന് പറയുന്നത് ഇവിടെ എന്ത് തന്നിട്ട് നമ്മൾ കണ്ടുപിടിച്ചു? -4/5 എന്ന് തന്നു. തിരിച്ച് ചെയ്തേച്ചാൽ മതി. അപ്പം -4/5 ഇൻറ്റു ഇൻ്റഗ്രൽ എ മീൻസ് നമ്മൾ കണ്ടു -4/5/1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 4. ഈ എക്സ് സ്ക്വയർ പ്ലസ് 4നെ എക്സ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ഡി എക്സ് എന്ന് എഴുതി കണ്ടോ. ദെൻ അഗെയിൻ പ്ലസ് ബി ഈസ് 9/5 ആണ്. പ്ലസ് 9/5 ഇൻറ്റു ഇൻ്റഗ്രൽ 1 എക്സ് സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ഡി എക്സ് എന്നായി. So this is of the form integral 1/x square plus a square. Integral 1/x square plus a square എന്നാ 1/a tan inverse x/a. അപ്പോൾ നമുക്കിവിടെ -4/5 ഇൻറ്റു 1/a. അപ്പോൾ 1/2 tan inverse ഉണ്ടോ, tan inverse x/a. x/a എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? x/a is 2 ഉണ്ടോ.
plus 9/5 into same result 1/3 tan inverse x by 3. So this 4 and this 2 are cancelled. So again this is 2. That means minus 2/5 tan inverse of x by 2, tan inverse of x by 2 plus ഈ 3 9 കൂടെ ആകുമ്പോൾ ഇവിടെ 3 കിട്ടും 3/5 tan inverse of x by 3 plus constant of integration c. That is the answer. ഉണ്ടോ? അപ്പോൾ അതേ രീതിയിലായിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തു, ഈസി ആയിട്ട് നമ്മൾ അതിൻ്റെ ആൻസറിലേക്ക് കണക്ട് ചെയ്തു. ഉണ്ട്. അപ്പോൾ നമ്മൾ ആ പാർഷ്യൽ ഫ്രാക്ഷൻസ് ത്രൂ ഔട്ട് ദ പാർഷ്യൽ ഫ്രാക്ഷൻസ് അതിനെ ആ ഒരു ഫോമിലോട്ട് ഫാക്ടറായിട്ട് എടുത്ത് നമ്മൾ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഒരു ഫോമാണത് അല്ലേ, ആ ഒരു രീതിയിലേക്ക് തന്നെ കണക്ട് ചെയ്തു. അവിടെ ചെയ്യാൻ എളുപ്പം എക്സ് സ്ക്വയറിന് നമ്മൾ ടി എന്ന് കൊടുത്തിട്ട് അങ്ങോട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അതിനല്ല ഡെറിവേറ്റീവ് എടുക്കുന്നത്, വേരിയബിൾ ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സീ ദ നെക്സ്റ്റ് വൺ. അടുത്തതിലേക്ക് വരുമ്പം നമുക്ക് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. വാട്ട് യു മീൻ ഇത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്? അപ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ്. ഉണ്ടോ? ഇൻ്റഗ്രൽ ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ്. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? ഇൻ്റഗ്രൽ ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ് രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് വന്നെങ്കിൽ ടു പ്രോഡക്റ്റ് അല്ലെ പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും? സോ വി ക്യാൻ ദ റൂൾ first function into integral of the second minus integral of the derivative of the first into integral of the second of dx. Okay, so we can apply this one. Integral uv dx is equal to first into integral of the second minus integral of derivative of the first into integral of the second of dx. ഉണ്ടോ? ഇതാണ് നമ്മുടെ ഫോമുല രീതിയിൽ എഴുതി കഴിഞ്ഞാൽ അങ്ങനെ വരും. ഇനി ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ രണ്ട് പ്രോഡക്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാ എടുക്കേണ്ടത്, സെക്കൻഡ് ഫംഗ്ഷൻ ഏതാ എടുക്കേണ്ടത്, നമുക്ക് കൺഫ്യൂഷൻ വരും അല്ലേ. അപ്പോൾ അതിന് നമുക്ക് വി ക്യാൻ യൂസ് ദ റൂൾ ഐ ലേറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഓർത്തിരുന്നാൽ മതി. ഐ ലേറ്റ് പെട്ടെന്ന് നമുക്ക് ഓർത്തിരിക്കാം. ഐ ലേറ്റ്, ഈ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷനാണ്, എൽ ലോഗരിതമിക് ഫംഗ്ഷനാണ്, എ ഓൾജിബ്രൈക് ഫംഗ്ഷനാണ്, ടി ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസ് ആണ്, ഇ എന്ന് പറയുന്നത് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനാണ്. അപ്പോൾ അങ്ങനെ ഓർത്തിരുന്നാൽ നമുക്ക് ഇതിനകത്ത് ആദ്യം വരുന്ന ഫംഗ്ഷൻ ഏതാണോ അതിനെ ഫസ്റ്റ് കൊടുത്താൽ ഈ പ്രിഫറൻസ് ഈ ഓർഡർ അനുസരിച്ച് ഫസ്റ്റ് ഫംഗ്ഷൻ കൊടുത്ത് നമുക്ക് വേഗം പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോഡക്റ്റ് ഓഫ് ദ ഇൻ്റഗ്രൽ ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ടു ഫംഗ്ഷൻസ്. ദാറ്റ് മീൻസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ദി ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് ഓഫ് ഡി എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് പ്രോബ്ലം ഹാൻഡിൽ ചെയ്യാം. സോ റൈറ്റ് ദ പ്രോബ്ലം. നമുക്കൊരു പ്രോബ്ലം നോക്കാം. അതും അവിടെ നമ്മൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇൻ്റഗ്രൽ 0 to π/2 e raised to x into sin x ആണ്. ദെൻ പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻ ആണ്. സോ പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻ ആദ്യം നമുക്ക് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇത് സൈൻ എക്സിന് ഫസ്റ്റ് ഫംഗ്ഷനും ഇതിന് സെക്കൻഡ് ഫംഗ്ഷനും കൊടുക്കുക ഇ റേസ് ടു എക്സിന്. ഓക്കെ, അപ്പോൾ വി ടേക്ക് ഇറ്റ് ദിസ് വൺ. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, ഇ പവർ ഓഫ് എക്സും സൈനോ ഇ പവർ ഓഫ് എക്സും കോസുമോ ഉണ്ടോ. അപ്പോൾ ഈ കോസും ഈ സൈന് ഫോം വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും വി ക്യാൻ മേക്ക് ദ പ്രോബ്ലം ലെറ്റ് ഐ ഉണ്ടോ, ഐ എന്ന് കൊടുത്ത് വേണം നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യാം. നമുക്ക് അതിൻ്റെ കുട്ടൻസ് നോക്കാം. ചെയ്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ട് നമ്മൾ ഐ എന്ന് കൊടുത്തെന്നുള്ളത്. ഓക്കെ, ബി ലെറ്റ് ഐ ഇസ് ഈക്വൽ ടു first function into integral of the second minus integral of derivative of the first into integral of the second of dx. ഉണ്ടോ, integral of the second e raised to x of dx എന്ന് കൊടുത്തു. ഓക്കെ, so we can apply sin x into integral e raised to x minus and again minus integral cos x into e raised to x dx is again integration by parts. വീണ്ടും പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു integral of the second minus integral of derivative of the first into integral of the second of dx ഉണ്ടോ. അപ്പം ഈ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ബ്രാക്കറ്റ് ഇങ്ങനെ കൊടുക്കണം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് മൈനസ് ഇവിടെ നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ഫംഗ്ഷൻ ഉണ്ട് മൈനസ് കഴിഞ്ഞ് നമ്മൾ കൊണ്ട് ഇൻ്റഗ്രലാണ്. അപ്പോൾ നമ്മളിവിടെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് മൈനസ് ഓഫ് ഉണ്ടോ ഇ റേസ് ടു എക്സ് കഴിഞ്ഞാൽ മൈനസ് ഓഫ് ഇൻ്റഗ്രൽ കോസ്. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് മൈനസ് കോസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് ഉണ്ടോ, മൈനസ് കോസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ്. അതൊക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ്. മൈനസ് ഓഫ് കോസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് മൈനസ് ഉണ്ടോ. അപ്പോൾ ഇവിടെ ഈ മൈനസും കൂടെ പ്ലസ് ആയി, പിന്നെ പുറത്തൊരു മൈനസ് കിടപ്പുണ്ട്. അപ്പോൾ വീണ്ടും മൈനസ് ഇൻ്റഗ്രൽ sin x into e raised to x dx. We take it I. ഇത് നമ്മൾ ഐ എന്നല്ല എടുത്തത് കണ്ടോ, ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നു. ഐ എന്നല്ല എടുത്തത്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ തിരിച്ച് ഇപ്പുറത്തെ സൈഡിലോട്ട് മൈനസ് ഐ എന്നുള്ള ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ പ്ലസ് ഐ ആവുമേ. അപ്പോൾ നമുക്ക് ഇവിടെ വെക്കാം ഐ പ്ലസ് ഐ ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് മൈനസ് കോസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് ദെൻ 2i. അപ്പം ഐ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും,
sin x into e raised to x minus cos x into e raised to x divided by 2 between the limit 0 to pi by 2 ഉണ്ടോ? ബിറ്റ്വീൻ ദ ലിമിറ്റ് എന്ത് കൊടുത്തു? 0 to pi by 2 എന്ന് കൊടുത്തു അല്ലേ? 0 to pi by 2 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എടുത്താൽ ആൻസർ ആയല്ലോ. സോ ദാറ്റ് മീൻസ് sin pi by 2 e raised to pi by 2 minus cos pi by 2 e raised to pi by 2 divided by 2 minus of the lower limit 0 ആണ്. അപ്പോൾ sin x into e raised to 0 sin 0 ആകുമ്പോഴത്തേക്ക് അത് 0 എന്ന് വരും. ആൻഡ് അഗെയിൻ മൈനസ് ലോവർ മൈനസ് cos x എന്ന് പറയുന്നത് cos 0 1 ആണ്. 1 ആയതുകൊണ്ട് e raised to 0യും 1 ആണ്. അപ്പോൾ സോ അഗെയിൻ 1 all divided by 2 എന്ന് കിട്ടി. ഓക്കെ, സോ ദാറ്റ് മീൻസ് sin pi by 2 1 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് e raised to pi by 2 ഉണ്ടോ? e raised to pi by 2 by 2. ദെൻ ഇത് 0 ആയി, cos 90 0 ആയിട്ട് 0 ആയിപ്പോയി, ബൈ 2 എന്ന് എടുത്തു. മൈനസ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. സോ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? 1/2 ഇൻറ്റു e raised to pi by 2 പ്ലസ് 1 ഇസ് ദ ആൻസർ ഉണ്ടോ? 1/2 ഇൻറ്റു e raised to pi by 2 പ്ലസ് 1. സോ വി ക്യാൻ യൂസ് ദ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. അവിടെ നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ ഇൻ്റഗ്രൽ 0 to pi by 2 sin 2x into tan inverse of sin x dx ഉണ്ടോ? sin x dx. അപ്പോൾ ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമുക്കൊന്ന് നോക്കിക്കളയാം. ഇവിടെ ഇതിനെ ഞാനിങ്ങനെ എഴുതുക, ഇൻ്റഗ്രൽ 0 to pi by 2 sin 2xനെ 2 sin x into cos x into tan inverse of sin x എന്ന് കൊടുത്തു dx. സോ വി പുട്ട് ഇറ്റ് sin x is equal to t ഉണ്ടോ? sin x ന് t കൊടുത്താൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് sin x ഡെറിവേറ്റീവ് cos x cos x is equal to cos x dx is equal to dt എന്ന് എടുത്തു ഉണ്ടോ? അപ്പോൾ sin x നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാറ്റണമല്ലോ, ലിമിറ്റ് ചേഞ്ച് ചെയ്യണമല്ലോ. അപ്പോൾ sin 0 is equal to t, ദാറ്റ് മീൻസ് 0 എന്ന് കിട്ടും. അതുപോലെ sin pi by 2 is equal to t, so that means 1. അപ്പോൾ ഈ ഇൻ്റഗ്രൽ എങ്ങനെയായിട്ട് മാറി? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ 0 to 1 sin 2x. അപ്പോൾ നോക്കുക, 2 sin x cos x tan inverse of sin x ആണ്. അപ്പോൾ cos x dx എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ dt ആണ്. അതുപോലെ തന്നെ 2 sin x എന്ന് പറഞ്ഞാൽ t ആണ്. അപ്പോൾ 2 വെളിയിലിട്ടു, t ഇൻറ്റു tan inverse of t dt എന്ന് കിട്ടി കണ്ടോ? t ഇൻറ്റു tan inverse of t dt. സോ വി ക്യാൻ അപ്ലൈ ദ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് കേട്ടോ. അത്രയും കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അവിടെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യണം. ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റും 2 ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് ഉണ്ടോ? മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് 1/1 പ്ലസ് ടി സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് ടി സ്ക്വയർ ബൈ 2 ഓഫ് ഡി ടി ഉണ്ടോ? ഓക്കെ, സോ എഗെയിൻ നമുക്ക് 2 ഇൻറ്റു ഇതിനെ ഇൻ്റഗ്രേറ്റ് പോകുമ്പോൾ ടാൻ ഇൻവേഴ്സ് ടി ഇൻറ്റു ടി സ്ക്വയർ ബൈ 2 മൈനസ് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണമല്ലോ. ഇൻ്റഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൈനസ് ഇൻ്റഗ്രൽ കണ്ടോ? മൈനസ് ഓഫ് ഇൻ്റഗ്രൽ 1/1 പ്ലസ് 2 സ്ക്വയർ. അപ്പം 1/2 വെളിയിലെടുത്തു, മൈനസ് 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടി സ്ക്വയർ ഡി ടി കണ്ടോ? 1 പ്ലസ് ടി സ്ക്വയർ ഡി ടി. സോ ദാറ്റ് മീൻസ് 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ടി ഇൻറ്റു ടി സ്ക്വയർ ബൈ 2 മൈനസ് 1/2 എന്താ? രണ്ടാൽ സ്പ്ലിറ്റ് ചെയ്യാലോ. ഈ ടി സ്ക്വയറിനെ ഉള്ളതല്ലോ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു +1 ഒരു -1 കൊടുക്കുക. +1 ആഡ് ചെയ്തു, -1 സബ്സ്ട്രാക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് -1/2 ഇൻറ്റു ഇൻ്റഗ്രൽ എന്തെടുക്കാം? ടി സ്ക്വയർ +1 ബൈ ടി സ്ക്വയർ +1 ഡി ടി. പിന്നെ ഒരു -1/1 പ്ലസ് ടി സ്ക്വയറും പുറത്തൊരു മൈനസ് ഉണ്ടല്ലോ, ഇതിനകത്ത് വരുന്നുണ്ടല്ലോ. ആ മൈനസ് കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഒരു 1/2 ഉണ്ട്. അപ്പോൾ പ്ലസ് 1/2 ഇൻ്റഗ്രൽ 1/1 പ്ലസ് ടി സ്ക്വയർ ഡി ടി എന്ന് കൊടുക്കാം. ഓക്കെ, സോ ഈ ആർ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2 ഇൻറ്റു നമുക്കിവിടെ നോക്കാം ടാൻ ഇൻവേഴ്സ് ഓഫ് ടി ഇൻറ്റു ടി സ്ക്വയർ ബൈ 2 മൈനസ് ഹാഫ് ഇൻറ്റു 1 ഇൻ്റഗ്രൽ 1 ഡി ടി പ്ലസ് ഇവിടെ ഹാഫ് ഇൻറ്റു ഇൻ്റഗ്രൽ 1/1 പ്ലസ് ടി സ്ക്വയർ എന്നാ? ടാൻ ഇൻവേഴ്സ് ടി ഉണ്ടോ? ഇൻ്റഗ്രൽ 1 എന്നാ? ടി ആണ്. അപ്പോൾ നമുക്ക് 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് ടി ഇൻറ്റു ടി സ്ക്വയർ ബൈ 2 മൈനസ് ഹാഫ് ഇൻറ്റു ഇൻ്റഗ്രൽ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടി ആണ് പ്ലസ് ഹാഫ് ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ടി ഉണ്ടോ? ടാൻ ഇൻവേഴ്സ് ടി എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ 2 എന്ന് പറയുന്നത് മൊത്തത്തോടെ എല്ലാത്തിനും വരുന്നതാണ് ഈ 2 എന്ന് പറയുന്നത് അല്ലേ? മൊത്തം കേസിൽ വരുന്നതാണ് 2. അപ്പോൾ നമ്മൾ ഇതിന് 2 വെച്ചാൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 2 ഇൻറ്റു അപ്പോൾ ഈ 2 2 കട്ടാവും. അപ്പോൾ എന്ത് കിട്ടും? ടാൻ ഇൻവേഴ്സ് ടി ഇൻറ്റു ടി സ്ക്വയർ മൈനസ് ഇവിടെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ടി വരും പ്ലസ് ഇവിടെ ആകുമ്പോൾ ടാൻ ഇൻവേഴ്സ് ടി എന്ന് വരും. ബിറ്റ്വീൻ ദ ലിമിറ്റ് ഏതാണ്? 0 to 1 കണ്ടോ? ബിറ്റ്വീൻ ദ ലിമിറ്റ് എന്നതാ 0 to 1 അല്ലേ? 0 to 1 അല്ലേ ലിമിറ്റ് വരുന്നത്? ആ ലിമിറ്റ് അങ്ങോട്ട് അപ്ലൈ ചെയ്തേ. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് വരും നോക്കാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നോക്കുക. സോ ദ ലിമിറ്റ് ഈസ് അപ്ലൈങ്. നമുക്കറിയാം അപ്പോൾ ആദ്യം നമുക്ക് അപ്പർ ലിമിറ്റ് കൊടുക്കാം. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് 1 ഇൻറ്റു ടി സ്ക്വയർ 1 ആയിപ്പോയി മൈനസ്
ടി 1 ആയിപ്പോയി ഉണ്ടോ, പ്ലസ് എന്ത് കൊടുക്കണം അപ്പുറം ടാൻ ഇൻവേഴ്സ് 1, ടാൻ ഇൻവേഴ്സ് 1 മൈനസ് ഓഫ് ദ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് 0 ആണ്. അപ്പോൾ ഇത് 0 ആയിപ്പോയി, ഇത് 0 ആയിപ്പോയി, ഇത് ടാൻ ഇൻവേഴ്സ് 0 ആണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി 0 ആവും. അപ്പോൾ 0 ആയി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ടാൻ ഇൻവേഴ്സ് 1 π/4 ആണ്. -1 പ്ലസ് π/4 കിട്ടും ഉണ്ടോ, π/4 ഉണ്ടോ. അപ്പോൾ π/4ഉം π/4ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 2π/4 ആണ്. 2π/4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -1 വരും. 2π/4 എന്നതാ π/2. അപ്പോൾ എന്ത് കിട്ടിയ ആൻസർ? π/2 - 1 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, π/2 - 1 ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. സോ വി ക്യാൻ അപ്ലൈ ദ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആൻഡ് ഓൾസോ യൂസ് ദ ഡെഫിനിറ്റ് ഇന്റഗ്രൽ. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ, അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സം പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രലാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രലിനകത്ത് നമുക്കറിയാം ഇന്റഗ്രൽ a to b f(x) dx എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റഗ്രൽ a to b f(a plus b minus x) dx വെരി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി, a plus b minus x dx. So again integral 0 to a f of x dx is equal to integral 0 to a f of a minus x dx. ഈ രണ്ട് പ്രോപ്പർട്ടിയും ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് വരുന്ന അടുത്തൊരു പ്രോപ്പർട്ടിയാണ് ഇന്റഗ്രൽ -a to a f of x dx 2 into integral 0 to a f of x dx നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ f of x ഒരു ഈവൻ ഫംഗ്ഷൻ ആയിരിക്കണം. ആ ഈവൻ ഫംഗ്ഷൻ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? f of -x is equal to f of x ആയിരിക്കണം. അതേപോലെ തന്നെ ഇന്റഗ്രൽ -a to a f of x dx is equal to 0 എന്ന് പറഞ്ഞാൽ ഈ f of x ഒരു ഓഡ് ഫംഗ്ഷൻ ആയിരിക്കണം. അപ്പോൾ ഈ ഓഡ് ഫംഗ്ഷൻ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? f of -x is equal to -f of x എന്ന രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഓഡ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, സോ ഇനി ഇൻ്റഗ്രൽസ് ഓഫ് സം പർട്ടിക്കുലർ ഫംഗ്ഷൻസ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഈ ചില ഇൻ്റഗ്രൽസിൻ്റെ കുറച്ച് റിസൾട്ടുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പർട്ടിക്കുലർ ഫംഗ്ഷൻസ് ഇന്റഗ്രൽ 1/a² - x² dx നമ്മൾ 1/2 log a plus x by a minus x ഉപയോഗിക്കാം. ഇന്റഗ്രൽ 1/x² - a² dx 1/2 log x minus a by x plus a ഉപയോഗിക്കാം. ഇന്റഗ്രൽ 1/a² plus x² dx 1/a tan inverse x by a ഉപയോഗിക്കാം. നേരത്തെ പ്രീവിയസ് പ്രോബ്ലം ചെയ്തപ്പോൾ നമ്മൾ ആ റിസൾട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് വരുന്നതാണ് ഇന്റഗ്രൽ 1/√(a² - x² dx എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ sin inverse of x by a പ്ലസ് എന്ന് ഉപയോഗിക്കാം. ഇന്റഗ്രൽ 1/√(x² plus a² dx എന്ന് പറഞ്ഞാൽ log of x plus √(x² plus a² plus c ഉപയോഗിക്കാം. ഇന്റഗ്രൽ 1/√(x² - a² dx എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ log of mod x plus √(x² - a² plus c ഉപയോഗിക്കാം. അപ്പോൾ ഈ സം പർട്ടിക്കുലർ ഫോർമുലാസ് ഈ പറയുന്ന ഡെഫിനിറ്റ് ഇന്റഗ്രലിനകത്തും ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലിനകത്തും ഒരേപോലെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ question integral 0 to π/4 sin x plus cos x divided by 9 plus 16 sin 2x. It's a particular problem for this purpose. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഒരു പ്രത്യേകതരം പ്രോബ്ലമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത്രയേ ഉള്ളൂ. നമ്മൾ പുട്ട് t is equal to ഉണ്ടോ, നമുക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻസ് എല്ലാം കൂടി ഉപയോഗിക്കും. നമ്മളിങ്ങനെ പ്രത്യേകം ചെയ്തെടുക്കണം. t is equal to sin x minus cos x ഉണ്ടോ. അപ്പോൾ ഡി ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. മൈനസ് കോസ് എക്സിൻ്റെ മൈനസ് സൈൻ എക്സ് ആകുമ്പോൾ പ്ലസ് സൈൻ എക്സ് ഡി എക്സ് എന്ന് കിട്ടി കണ്ടോ, സൈൻ എക്സ് ഡി എക്സ് എന്ന് കിട്ടി. സോ വി ക്യാൻ ടീം സൈൻ എക്സ് മൈനസ് കോസ് എക്സിൻ്റെ നമ്മൾ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ സോ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ടി സ്ക്വയർ ഈക്വൽ ടു സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് മൈനസ് 2 സൈൻ എക്സ് കോസ് എക്സ് ഉണ്ടോ, 2 സൈൻ എക്സ് കോസ് എക്സ് എന്നായി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 2 സൈൻ എക്സ് കോസ് എക്സ് എന്നാൽ സൈൻ 2x എന്നായി. അപ്പോൾ നമുക്ക് ടി സ്ക്വയർ -1 എന്ന് പറഞ്ഞാൽ സൈൻ 2xനോട് കണ്ടോ, ഇവിടെ 1 മൈനസ് സൈൻ 2x ആണ്. അപ്പോൾ മൈനസ് സൈൻ 2x എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് തീർച്ചയായിട്ടും സൈൻ 2xനെ ഇപ്പുറത്തോട്ട് എടുത്തേ, സൈൻ 2xനെ ഇപ്പുറത്തോട്ട് എടുക്കുക, അതുപോലെ തന്നെ ടി സ്ക്വയറിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുക. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ എടുക്കാൻ പറ്റും? സൈൻ 2x ഈസ് ഈക്വൽ ടു 1 മൈനസ് ടി സ്ക്വയർ എന്ന് എടുത്തു. സോ ദിസ് ഇൻ്റഗ്രൽ ബിക്കംസ്, അപ്പോൾ ഇവിടെ നമുക്കറിയാം ടിയുടെ വാല്യൂ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടി ഈക്വൽ ടു സൈൻ 0 മൈനസ് കോസ് 0, സൈൻ 0 0, കോസ് 0 എന്ന് പറഞ്ഞാൽ -1 വരും. കോസ് 0 1 ആയതുകൊണ്ട് ഇവിടെ മൈനസ് കിട്ടും. ഇനി അടുത്തത് ടി ഈക്വൽ ടു അടുത്ത കേസ് കണ്ടോ, നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ π/4 കൊടുക്കുക. സൈൻ π/4 മൈനസ് കോസ് π/4 കണ്ടോ, സൈൻ π/4 മൈനസ് കോസ് π/4 എന്ത് കിട്ടും? 0 ആയിപ്പോവും. സോ ദിസ് ഇൻ്റഗ്രൽ ബിക്കംസ് ഇൻ്റഗ്രൽ -1 to 0 സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു ഡി എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി ടി ആണ്, ഡിവൈഡഡ് ബൈ 9 പ്ലസ് 16 ഇൻറ്റു 1 മൈനസ് ടി സ്ക്വയർ ഉണ്ടോ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -1 to 0 ഡി ടി ഡിവൈഡഡ് ബൈ ഉണ്ടോ, ഡി ടി ഡിവൈഡ് ബൈ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും നോക്കിക്കേ, 9 പ്ലസ് 16 മൈനസ് 16 ടി സ്ക്വയർ. So that is equal to integral -1 to 0 dt divided by 9 plus 16 25 minus 16 t square. So that is integral -1 to 0 dt divided by നമുക്കറിയാം 16 കോമൺ എടുത്താൽ 25 by 16 minus t square ഉണ്ടോ. നമ്മുടെ പർട്ടിക്കുലർ പ്രോബ്ലത്തിലേക്ക് മാറും. അപ്പോൾ 1/16 ഇൻറ്റു ഇൻ്റഗ്രൽ -1 to 0 dt by 5/4 the whole square minus t square dt. So this is of the form integral 1/a square minus x square. A square minus x square log a plus x by
എ മൈനസ് എക്സ്. അപ്പോൾ 1/16 ഇൻറ്റു ലോഗ് എ പ്ലസ് എക്സ്. അപ്പോൾ 5/4 പ്ലസ് ടി ഡിവൈഡഡ് ബൈ 5/4 മൈനസ് ടി ഉണ്ടോ. സോ ദാറ്റ് ഈസ് 1/16 ഇൻറ്റു ലോഗ് ഓഫ് 5 പ്ലസ് 4t ഡിവൈഡഡ് ബൈ 5 മൈനസ് 4t ഉണ്ടോ. 5 മൈനസ് 4t എന്ന് കിട്ടും. 5 പ്ലസ് 40 ഡിവൈഡ് ബൈ 5 മൈനസ് 40 എന്ന രീതിയിലേക്ക് നമുക്ക് കണക്ട് ചെയ്യും ഉണ്ടോ. 1/16 ഇൻറ്റു സോ ബിറ്റ്വീൻ ദ ലിമിറ്റ് -1 to 0. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ലോവർ ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? 1/16 ഇൻറ്റു അപ്പർ ലിമിറ്റ് 1/16 ഇൻറ്റു ലോഗ് ഓഫ് 5 പ്ലസ് 4 ഇൻറ്റു 0. അപ്പോൾ 5/5 ഉണ്ടോ. അപ്പോൾ അപ്പർ ലിമിറ്റ് കൊടുത്തു മൈനസ് ഓഫ് ദ ലോവർ ലിമിറ്റ്. അപ്പോൾ ലോഗ് ഓഫ് എന്തൊട്ട് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ -1 കൊടുക്കുമ്പോൾ 5 മൈനസ് 4 അല്ലേ. അപ്പോൾ 5 ഇൻറ്റു 4 ഇൻറ്റു -1 -4 5 മൈനസ് 4 ഈസ് 1 ഡിവൈഡഡ് ബൈ ഇവിടെ -1 കൊടുക്കുമ്പോൾ 9 കിട്ടും. ഓക്കെ, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് 1/16 ഇൻറ്റു എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്കറിയാം സോ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് നമുക്ക് പറയാൻ പറ്റും 1/16 ഇൻറ്റു ലോഗ് എ ഇവിടെ നോക്കിയാൽ 5/5 1 ആയിപ്പോയി. അപ്പോൾ ഇത് ഏകദേശം 0 ആയി. ലോഗ് 1 0 ആണല്ലോ. അപ്പോൾ പിന്നെ വരുന്നത് തന്നെ മൈനസ് ലോഗ് 1 മൈനസ് ലോഗ് എ ബൈ ബി ലോഗ് എ മൈനസ് ബി. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉള്ളത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റും മൈനസ് ഓഫ് ലോഗ് 1 മൈനസ് ലോഗ് 9 എന്ന് വരും. സോ നമുക്കറിയാം ലോഗ് 1 0 ആണ്. ഈ മൈനസും കൂടെ പ്ലസ് ആവും. സോ ദാറ്റ് ഈസ് 1/16 ഇൻറ്റു ലോഗ് എങ്ങനെ കിട്ടും? 1/16 ഇൻറ്റു ലോഗ് എങ്ങനെ വരും? 1/6 ഇൻറ്റു ലോഗ് 9 അല്ലേ, പ്ലസ് 9. ലോഗ് 9 എന്ന് പറഞ്ഞാൽ 3² ആണ്. 3² ആകുമ്പോൾ 2 എടുത്ത് മറ്റപ്പോൾ ഇപ്പുറത്തോട്ട് ചെയ്യുമ്പോഴത്തേക്ക് 2 log 3. അപ്പോൾ 2 ഉം 6 കട്ട് ചെയ്യാം നമുക്കിവിടെ. അപ്പോൾ ഇവിടെ പ്രത്യേകം നമ്മൾ ഓർത്തിരിക്കേണ്ടത് ദിസ് ഈസ് ഓഫ് ദ ഫോം. ഇവിടെ ഓർക്കണം, ഇവിടെ ഒരു കാര്യം കൂടെ 1/16 ഇൻറ്റു നമ്മുടെ ഫോമുല എന്ന് പറഞ്ഞാൽ 1/2a ലോഗ് എ പ്ലസ് എക്സ് ബൈ എ മൈനസ് എക്സ്. അപ്പോൾ 1/2 ആകുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? ഇൻറ്റു 1/2 ഇൻറ്റു എ എന്ന് പറയുന്ന സംഭവം ഇവിടെ എത്രയാണ്? എ എന്ന് പറയുന്നത് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? 4/5 ആണ് അല്ലേ. എ ഈസ് ഇവിടെ 5/4 ആണ്. അതുകൂടെ കണക്ട് ചെയ്യണം. അപ്പോൾ 4ഉം ഇതും കൂടെ ആകുമ്പോൾ ഇവിടെ 2 വരും. ഈ 2ഉം 6ഉം കൂടെ ആകുമ്പോൾ 8 വരും. കണ്ടോ, 8 വന്നു. അപ്പം 8 വന്നപ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമുക്കറിയാം ലോഗ് 9 കിട്ടി. അപ്പം നമ്മുടെ ഇത് എന്ത് കിട്ടും? 1/8 ഇൻറ്റു 5 1/40 ലോഗ് 9 എന്ന് കിട്ടി. ഉണ്ടോ, 1/40 ഇൻറ്റു ലോഗ് 9. ലോഗ് 9 3² ആണ്. അപ്പം നമുക്കിവിടെ 1/40 ഇൻറ്റു ലോഗ് 3² ആണ്. ലോഗ് 3² എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 2 log 3 എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഇത് ഇവിടെ കട്ട് ചെയ്യണം അല്ലേ. അപ്പം 2 ആകുമ്പോൾ ഇവിടെ 20. അപ്പോൾ 1/20 ലോഗ് 3 എന്ന് കിട്ടും. ഉണ്ടോ, 1/20 ലോഗ് 3 എന്ന് കറക്റ്റ് ആൻസറിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്താണ് ഫോമുല? 1/2 ലോഗ് എ പ്ലസ് എക്സ് ബൈ എ മൈനസ് എക്സ് എന്നുള്ള ഫോമുല ഓർത്തിരിക്കണം. 1/2 ലോഗ് എ പ്ലസ് എക്സ് ബൈ എ മൈനസ് എക്സ് നമ്മുടെ പ്രീവിയസ് റിസൾട്ട് തന്നെയാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ അടുത്തത് നമുക്കറിയാം ഇത് നമ്മുടെ ഇൻ്റഗ്രലിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഇൻ്റഗ്രൽ a to b f of x dx എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം a to b f of x ഇതിൻ്റെ ആപ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ഇൻ്റഗ്രൽ a to b MCQ ആണ്. f of a plus b minus x dx ആണ്. നമ്മുടെ ആ ഫോമുലയിലുള്ളത് തന്നെയാണ്. സോ ദ നെക്സ്റ്റ് വൺ ഇൻ്റഗ്രൽ 0 to π/2 log sin x മൈനസ് log 2 cos x. അപ്പോൾ നമുക്കിവിടെ ഇൻ്റഗ്രൽ 0 to a f of x dx എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റഗ്രൽ 0 to a f of a മൈനസ് എക്സ് ഡി എക്സ് എന്ന റിസൾട്ട് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ചെയ്ത് വരുമ്പം നമുക്കിതിനെ ഐ എന്ന് പറഞ്ഞ് ഇതിന് കൊടുത്തു. ഉണ്ടോ, ഐ ഇസ് ഈക്വൽ ടു നമുക്ക് ഇൻ്റഗ്രൽ 0 to π/2 log ഓഫ് സൈൻ എക്സ് ലോഗ് എ മൈനസ് ലോഗ് ബി അല്ലേ. അപ്പം നമുക്ക് ലോഗ് എ മൈനസ് ലോഗ് ബിനെ ആകുമ്പോൾ നമുക്ക് ലോഗ് എ ബൈ ബി ലോഗ് സൈൻ എക്സ് ബൈ 2 cos x dx എന്ന് എഴുതാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ഇൻ്റഗ്രൽ 0 to π/2 ലോഗ് ഓഫ് സൈൻ ബൈ കോസ് ടാൻ ആണ്. അപ്പോൾ ടാൻ x ബൈ 2 എന്ന് കൊടുത്തു. ടാൻ x ബൈ 2 അല്ലേ, ടാൻ x ബൈ 2 ഇൻറ്റു ഡി എക്സ് എടുത്തു. സോ എഗെയിൻ ലെറ്റ് ഐ ഈസ് ഈക്വൽ ടു വീണ്ടും നമ്മൾ ഐ എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ എഴുതാം ഇൻ്റഗ്രൽ 0 to π/2 ടാൻ ഓഫ് അല്ലേ. വീണ്ടും നമുക്ക് ടാൻ ഓഫ് π/2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ കോട്ട് എക്സ് അല്ലേ. അപ്പോൾ എക്സിന് പകരം നമുക്ക് ഇത് കൊടുക്കാമല്ലോ. എക്സിന് പകരം കൊടുത്തേ. എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? എക്സിന് പകരം എന്ത് കൊടുക്കാം? π/2 മൈനസ് എക്സ് കൊടുക്കാമല്ലോ റിസൾട്ട് അനുസരിച്ച്. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ 0 to π/2 log ഓഫ് ടാൻ π/2 മൈനസ് എക്സ് ബൈ 2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π/2 log ഓഫ് കോട്ട് എക്സ് ബൈ 2. ഉണ്ടോ, സോ ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 2. ദെൻ 1 + 2 ആഡ് ചെയ്താൽ 2y ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π/2 log ഓഫ് ടാൻ എക്സ് ബൈ 2 ഇൻറ്റു കോട്ട് എക്സ് ബൈ 2. ഉണ്ടോ, log ഓഫ് ടാൻ എക്സ് ബൈ 2 ഇൻറ്റു log ഓഫ് അതായത് ഇവിടെ നമുക്കറിയാം log ഓഫ് ടാൻ എക്സ് ബൈ 2 പ്ലസ് log ഓഫ് കോട്ട് എക്സ് ബൈ 2 എന്ന് കിട്ടി ഡി എക്സ്. അപ്പോൾ നമുക്കറിയാം log എ പ്ലസ് log ബി തന്നെ log എ ബി അല്ലേ. ഇത് പ്ലസ് ആണ്, log എ ബി ആണ്. അപ്പോൾ log എ ബി ആകുമ്പോൾ 2y ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π/2 log ഓഫ്
ടാൻ എക്സ് ബൈ ടു ഇൻറ്റു കോട്ട് എക്സ് ബൈ ടു ഉണ്ടോ. സോ ടാൻ എക്സ് ഇൻറ്റു കോട്ട് എക്സ് 1 ആയിപ്പോ 2 ഇൻറ്റു 2 4 ആവും. അപ്പോൾ നമുക്കിതിനെ 2i ഈക്വൽ ടു ലോഗ് 1/4 ഇൻറ്റു ഇൻറ്റഗ്രൽ 0 ടു പൈ ബൈ ടു 1 ഡി എക്സ് എന്ന് പറയാം ഉണ്ടോ. ലോഗ് 1/4 ഇൻറ്റു അപ്പോൾ 1ൻ്റെ ഇൻറ്റഗ്രൽ എക്സ് ആണ്. സോ ദാറ്റ് മീൻസ് 2i ഇസ് ഈക്വൽ ടു ലോഗ് 1/4 ഇൻറ്റു എക്സ് ബിറ്റ്വീൻ ലിമിറ്റ് 0 ടു പൈ ബൈ ടു. സോ 2i ഈക്വൽ ടു ലോഗ് 1/4 ഇൻറ്റു പൈ ബൈ ടു മൈനസ് 0. അപ്പോൾ പൈ ബൈ ടു എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 2 വെച്ച് ഐ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, പൈ ബൈ 4 ലോഗ് 1/4 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ആൻസർ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി. ഇൻറ്റഗ്രൽ 0 ടു പൈ ബൈ ടു ലോ എഫ് ഓഫ് എസ് ഡി എക്സ് ഇൻറ്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എ മൈനസ് എക്സ് ഡി എക്സ് ഉള്ള പ്രോപ്പർട്ടി വെച്ചുള്ള പ്രോബ്ലം ആണ്. വളരെ പ്രധാനപ്പെട്ട പ്രോബ്ലം ആണ്. ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഇതിനകത്ത് അടുത്ത ചാപ്റ്റർ ആപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസ് എന്നുള്ള ചാപ്റ്ററാണ്. അതിനകത്ത് നമുക്ക് ഏരിയ അണ്ടർ ദ സിമ്പിൾ കർവ് ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു 2 സെക്ഷനാണ് സർക്കിൾസ് ആൻഡ് എലിപ്സ് എന്ന് പറയും. അപ്പോൾ സാധാരണ രീതിയിൽ എപ്പോഴും എലിപ്സിൻ്റെ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതാണ് എപ്പോഴും നമുക്ക് ചോദിക്കാറുള്ളത് അല്ലേ. അപ്പോൾ വി ക്യാൻ യൂസ് ദിസ് റിസൾട്ട്. അത് സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻറ്റഗ്രൽസിലെ ഈ റിസൾട്ടുകൾ നമുക്ക് ഉപയോഗിക്കാം. ഇൻറ്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ബൈ ടു ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ ടു ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് സി. അപ്പോൾ ഈ റിസൾട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ട അടുത്ത മോർ റിസൾട്ടാണ് വരുന്നത്. അടുത്ത റിസൾട്ട് നമുക്ക് വരുന്നുണ്ട്. ആ റിസൾട്ട് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഇൻറ്റഗ്രലിനകത്ത് ഉപയോഗിക്കേണ്ട റിസൾട്ട് തന്നെയാണ്. ഈ ആപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസ് ഉപയോഗിക്കേണ്ട റിസൾട്ടാണ്. ഇൻറ്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡി എക്സ് ഹാഫ് ഇൻറ്റു എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ ടു ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് സി. അതേപോലെ തന്നെ ഇൻറ്റഗ്രൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ബൈ ടു ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ ടു ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഈ ഒരു റിസൾട്ടാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ പ്രോബ്ലത്തിലോട്ട് കടക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഐഡിയ മനസ്സിലാവും. സോ ഏരിയ അണ്ടർ ദ സിമ്പിൾ കർവ് ഉണ്ടോ. ഇനി ആ സിമ്പിൾ കർവിൻ്റെ ഏരിയ നമുക്ക് എക്സ് ആക്സിസിൽ കൂടെ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്തെടുക്കണം, ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എടുത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സെയിം തിങ് വൈ ആക്സിസിലൂടെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇൻറ്റഗ്രൽ സി ടു ഡി ജി ഓഫ് വൈ ഡി വൈ എന്ന രീതിയിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. സോ യൂസിങ് ദ ഇൻറ്റഗ്രേഷൻ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ എലിപ്സ് എക്സ് സ്ക്വയർ ബൈ 16 പ്ലസ് വൈ സ്ക്വയർ ബൈ 4 ഈക്വൽ ടു 1 ഇൻക്ലൂഡിംഗ് ദ ആക്സിസ് എക്സ് ഇസ് ഈക്വൽ ടു -2 ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 2 ഉണ്ടോ. എക്സ് ഇസ് ഈക്വൽ ടു -2 ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദി എലിപ്സ് എന്ന് പറയുമ്പോൾ ഇതേ രീതിയിൽ നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം എക്സ് ഇസ് ഈക്വൽ ടു -2 ആൻഡ് എക്സ് ഇസ് അപ്പം -2 2 ആണ്. അപ്പോൾ നമുക്കറിയാം 0 മുതൽ 2 വരെയുള്ളതിൻ്റെ ഇൻറ്റഗ്രലാണ്. നമുക്ക് 4 കേസസ് ഉണ്ട്. അപ്പോൾ 4 ഇൻറ്റു ഇൻറ്റഗ്രൽ 0 ടു 2 ഉണ്ടോ വൈ ഡി എക്സ് എന്ന് എടുക്കണം അല്ലേ. അപ്പോൾ വൈ ഡി എക്സ് എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ ബൈ 16 ഉണ്ടോ എക്സ് ബൈ 16 ഈസ് ഈക്വൽ ടു 1 മൈനസ് വൈ സ്ക്വയർ ബൈ 4 എന്ന് എടുക്കാം. സോ ഇവിടെ തിരിച്ച് നമുക്ക് വൈയുടെ വാല്യൂയിലേക്കാണ് വരേണ്ടതുള്ളത് കൊണ്ട് നമുക്ക് വൈ സ്ക്വയർ ബൈ 4 ഈക്വൽ ടു തിരിച്ചെടുക്കാം അല്ലേ. വൈ സ്ക്വയർ ബൈ 4 ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 16. അപ്പോൾ ഇവിടെ നമുക്ക് വൈ സ്ക്വയർ ബൈ 4 is equal to 16 minus x square by 16. So y square equal to 4 by 16 into 16 minus x square. അപ്പോൾ 4 by 16 is 1 by 4. അപ്പോൾ ഇവിടെ y എന്ന് പറഞ്ഞാൽ 1 by 2 into root of 16 minus x square. So this result is taken as 4 into integral 0 to 2 1 by 2 into root of 4 square minus x square dx. So 4 by 2 into integral 0 to 2 ഉണ്ടോ root of 4 minus x square dx 0 to 2 root of 4 square minus x square dx. So this is of the form integral root of a square minus x square കണ്ടോ integral root of a square minus x square. അപ്പോൾ നമുക്ക് integral root of a square minus x square പറഞ്ഞാൽ 4 by 2 ഓൾറെഡി 2 ആണ് into a square minus x square എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരും x by 2 into root of a square minus x square plus a square by 2 4 square by 2 into sin inverse x by a. അപ്പം x by a means 4 ഉണ്ടോ. സോ ഇനി നമുക്ക് ബിറ്റ്വീൻ ദ ലിമിറ്റ് 0 to 2 കൊടുക്കുക. 0 to 2 കൊടുക്കുമ്പോൾ 2 ഇൻറ്റു ഇവിടെ 2 by 2 1 ആണ്. ഇനി 2 സ്ക്വയർ ആകുമ്പോഴത്തേക്ക് ഇവിടെ 2 സ്ക്വയർ ഈസ് 4 ആണ്. 4 സ്ക്വയർ 16 അപ്പോൾ റൂട്ട് 12 എന്ന് കിട്ടും. റൂട്ട് 12 പ്ലസ് 4 സ്ക്വയർ ബൈ 2 4 സ്ക്വയർ ആകുമ്പോഴത്തേക്ക് 16 by 2 8 സൈൻ ഇൻവേഴ്സ് 4 by സൈൻ ഇൻവേഴ്സ് 1 സൈൻ ഇൻവേഴ്സ് 1 എന്ന് കിട്ടി. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം 0 കൊടുക്കുക കംപ്ലീറ്റ്ലി ഇത് 0 ആയി പൊക്കോളും. ഓക്കെ അപ്പോൾ സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് എന്ത് കിട്ടും 2 ഇൻറ്റു റൂട്ട് 12നെ നമുക്കറിയാം 4 ഇൻറ്റു 3 റൂട്ട് ഓഫ് 4 ഇൻറ്റു 3 2 റൂട്ട് 3 ആണ് പ്ലസ് സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ പൈ ബൈ
2 ആണ്. അപ്പോൾ നമുക്ക് 8 ഇൻറ്റു പൈ ബൈ 2 എന്ന് കൊടുക്കാം അല്ലേ, പൈ ബൈ 2. സൈൻ ഇൻവേഴ്സ് 1 അല്ലേ വന്നിരിക്കുന്നത് 4/, ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് 1 തന്നെ പൈ ബൈ 2. അപ്പോൾ പൈ ബൈ 2 ആകുമ്പോഴത്തേക്ക് 8 പൈ ബൈ 2, അപ്പോൾ പൈ ബൈ 4 വരും. 8 പൈ ബൈ 2 ആകുമ്പോൾ 4 അല്ലേ, 2ഉം 8ഉം കൂടെ കട്ട് ചെയ്യുമ്പോൾ മോളിൽ 4 വരും അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ തീർച്ചയായിട്ടും ആൻസർ പറഞ്ഞാൽ 2 ഇൻറ്റു 2 4√3 പ്ലസ് ഇവിടെ നോക്കിക്കേ 2 ഇൻറ്റു എന്ന് വന്നിരിക്കുന്നത് മൊത്തമാണ്. അപ്പോൾ 4² 16/2 8 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് 2/4 ആണ്. സൈൻ ഇൻവേഴ്സ് നമുക്ക് ഇവിടെ അപ്പർ ലിമിറ്റ് 1 അല്ല കൊടുക്കേണ്ടത്, അപ്പോൾ 2/4 ആണ്. അപ്പോൾ 2/4 ആകുമ്പോഴത്തേക്ക് എന്ത് കിട്ടും, 1/2 ആണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1/2 ആണ്. 1/2 എന്നിട്ട് ഇതുപോലെ 30 ഡിഗ്രിക്കാണ്. അപ്പോൾ π/6 അല്ല വരുന്നത്, π/6 വരും, π/6. അപ്പോൾ 8 π/6 എന്ന് കിട്ടും, 8 π/6. അപ്പോൾ 2 വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം 4 π/3 എന്ന് വരും, 4 π/3. അപ്പോൾ 4 π/3, അപ്പോൾ 4√3 പ്ലസ് ഈ 2ഉം കൂടെ, ഇത് 4 π/3 ആണ്. അപ്പോൾ ഈ 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 8 π/3 എന്ന് കിട്ടും. സോ ദ കറക്റ്റ് ആൻസർ 4√3 പ്ലസ് 8 π/3 ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ, അടുത്തത് നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ള ചാപ്റ്ററിനകത്തെ കുറച്ച് പോയിന്റ്സ് ആണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ പ്രധാനപ്പെട്ട കേസ് എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓർഡർ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഡെറിവേറ്റീവ് അല്ലേ, ഡിഗ്രി എന്ന് പറഞ്ഞാലോ ഹയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ പവറാണ്. പിന്നെ വരുന്ന 3 ഫോംസ് ആണ് ഇക്വേഷൻ വിത്ത് വേരിയബിൾ സെപ്പറബിൾ, ഇക്വേഷൻ ഓഫ് എ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇത് 3ഉം എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് നോക്കാം, ദ ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഹയസ്റ്റ് ഡെറിവേറ്റീവിനാണ് ഓർഡർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് ഹയസ്റ്റ് ഡെറിവേറ്റീവ് പറഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ഇവിടെയുണ്ട്, അപ്പോൾ 2 അല്ലേ, 2 എന്ന് പറഞ്ഞ് എടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഹയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ പവറിനല്ല ഡിഗ്രി എന്ന് പറയുന്നത്, അതെന്താണ് 1 ആണ്. അപ്പോൾ സോ വി ക്യാൻ ടേക്ക് ദ ആൻസർ ഇസ് സി, ഓപ്ഷൻ സി ഇസ് കറക്റ്റ് ആണ്. അപ്പോൾ MCQs നമുക്ക് സാധാരണ വരുന്നതാണ്. സോ ദ നെക്സ്റ്റ് വൺ, വേരിയബിൾ സെപ്പറബിൾ ഫോം. ഓക്കെ, വേരിയബിൾ സെപ്പറബിൾ ഫോം. എന്താണ് വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് പറഞ്ഞാൽ വേരിയബിൾ സെപ്പറേറ്റ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സോ ദാറ്റ് ഈസ് വേരിയബിൾ സെപ്പറബിൾ ഫോം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് dy/dx = hy ഇൻറ്റു ജി ഓഫ് എക്സ് ഉണ്ടോ, 2 ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, hy ഇൻറ്റു ജി ഓഫ് എക്സ്. അപ്പോൾ അതിൻ്റെ വേരിയബിൾ സെപ്പറേറ്റ് പറഞ്ഞാൽ അടുത്ത കേസ് കണ്ടോ, 1/hy ഇൻറ്റു dy കണ്ടോ, 1/hy ഇൻറ്റു dy, അതായത് dy-നെ hy വെച്ച് ഡിവൈഡ് ചെയ്തു, ദെൻ gxൻ്റെ കൂടെ dx വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. സോ വേരിയബിൾസ് ആർ സെപ്പറേറ്റിംഗ് ഉണ്ടോ, വേരിയബിൾസ് അവിടെ എന്ത് ചെയ്തു, സെപ്പറേറ്റ് ചെയ്തു, യാതൊരു പ്രശ്നവുമില്ലാതെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റി അല്ലേ. അങ്ങനെ വന്നപ്പോൾ അടുത്ത കേസ് എന്ന് പറയുന്നത് വേരിയബിൾ സെപ്പറേറ്റ് ചെയ്താൽ ദെൻ ആഫ്റ്റർ ഇൻ്റഗ്രേറ്റിംഗ്, അതാണ് അതിൻ്റെ മെത്തേഡ് അല്ലേ. വേരിയബിൾ സെപ്പറേറ്റ് ചെയ്തിട്ട് സൊല്യൂഷൻ കാണാനാണ് ചോദിക്കുന്നത്, ജനറൽ സൊല്യൂഷൻ കാണാനാണ് ചോദിക്കുന്നത്. അപ്പോൾ സൊല്യൂഷൻ കാണാൻ ചോദിക്കും വേരിയബിൾ സെപ്പറേറ്റ് ചെയ്താൽ ദെൻ ആഫ്റ്റർ ഇൻ്റഗ്രേറ്റിംഗ്. ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കണ്ടോ, നോക്കാം പ്രോബ്ലം. ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടോ, ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ x dy മൈനസ് 1 + x² dx = dx. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നെ ആദ്യം ഒരു പ്രത്യേക രീതിയിൽ എഴുതാം. x dy = dx + 1 + x² dx. സോ ദിസ് ഈസ് x dy = ഇതിന് dx കോമൺ എടുത്താൽ 1 + 1 + x². സോ x dy = dx × 2 + x². ഇനി നമുക്ക് വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യാം. വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരുമെന്ന് നോക്കാം നമുക്ക്. വേരിയബിൾസ് ആർ സെപ്പറേറ്റിംഗ് അല്ലേ. അപ്പോൾ വേരിയബിൾസ് ആർ സെപ്പറേറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും dy = 2 + x² / x of dx. വേരിയബിൾസ് ആർ സെപ്പറേറ്റിംഗ് ഉണ്ടോ. ദെൻ ആഫ്റ്റർ ഇൻ്റഗ്രേറ്റിംഗ്, ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ dy = ഇൻ്റഗ്രൽ 2/x, 2/x പറഞ്ഞാൽ 2 × 1/x dx പ്ലസ് x² / x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ x കിട്ടും, x dx ഉണ്ടോ. y = 1/x-ൻ്റെ ഇൻ്റഗ്രൽ log x ആണ്, പ്ലസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ x²/2 പ്ലസ് കോൺസ്റ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ c. അപ്പോൾ y = 2 log x പ്ലസ് x²/2, x²/2 പ്ലസ് c, 2 log x പ്ലസ് x²/2 പ്ലസ് c. സോ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ ഉണ്ടോ. അപ്പോൾ അതൊരു MCQ ആണ്, ബട്ട് ഇറ്റ് ഈസ് വേരിയബിൾ സെപ്പറബിൾ ഫോം ഉണ്ടോ. വേരിയബിൾ സെപ്പറബിൾ ആയിട്ട് നമ്മോട് ചോദിച്ചു കഴിഞ്ഞു. സോ ദ നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ എന്താണ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സം ദ ഫംഗ്ഷൻ f(x, y) വി ടേക്ക് ഇറ്റ് ദ ഫംഗ്ഷൻ ഓഫ് y/x ഉണ്ടോ. അതായത് f(x, y) ഉള്ള ഒരു ഫംഗ്ഷനെ y/x എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ സോ ഇറ്റ് ഈസ് എ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷനെ നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വി ടേക്ക് ഇറ്റ് y = vx ഉണ്ടോ. എന്ത് കൊടുക്കണം, y = vx എന്ന് കൊടുക്കുക ഉണ്ടോ. y = vx. ഓക്കെ, then after differentiating both sides then we make it dy/dx = v + x × dv/dx ഉണ്ടോ. അപ്പോൾ ആ രീതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വേരിയബിൾ സെപ്പറബിൾ ആക്കി ഇൻ്റഗ്രേറ്റ് ചെയ്യുക.
വേരിയബിൾ സെപ്പറേറ്റ് ആക്കാൻ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു അല്ലേ. ഇപ്പോൾ വേരിയബിൾ സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്കതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രോബ്ലം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ see this problem. ഈ പ്രോബ്ലത്തിന്റെ പ്രത്യേകത നമുക്ക് നോക്കിക്കളയാം. Listen, find the particular solution of the differential equation given by x square into dy by dx minus x square into dy by dx minus xy is equal to x square cos square of y by 2x. Given that x is equal to 1, y is equal to pi by 2. കണ്ടോ, given that x is equal to 1, y is equal to pi by 2. So നമുക്കിതിനെ ഈ ഒരു x square ഈ സംഭവത്തെ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. x square into dy by dx is equal to xy. ഉണ്ടോ, ഇവിടെ നമുക്ക് ഇവിടെ ഒരു മൈനസ് എക്സ് വൈ ഉണ്ട്. മൈനസ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ ഓഫ് വൈ ബൈ 2x. സോ എക്സ് സ്ക്വയർ വെച്ച് എല്ലാത്തിനും ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? dy by dx മൈനസ് എക്സ് സ്ക്വയർ വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു എക്സ് കേട്ട് വൈ ബൈ എക്സ് കിട്ടും കേട്ടോ. ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കോസ് സ്ക്വയർ ഓഫ് വൈ ബൈ 2x എന്ന് കിട്ടി കേട്ടോ. വി പുട്ട് വൈ ഇസ് ഈക്വൽ ടു വി എക്സ് അല്ലേ. അപ്പോൾ വൈ ബൈ എക്സ് ഇസ് ഈക്വൽ ടു വി എന്ന് കൊടുക്കാം. അതാണ് നമ്മുടെ റൂള്. അപ്പോൾ അതനുസരിച്ച് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഹോമോജീനിയസ് അല്ലേ. ഡി വൈ ബൈ ഡി എക്സ് മൈനസ് വി ഈക്വൽ ടു കോസ് സ്ക്വയർ ഓഫ് വൈ ബൈ എക്സ്. അപ്പം വൈ ബൈ എക്സ് ബി ബൈ 2 എന്ന് കിട്ടി. കോസ് സ്ക്വയർ ഓഫ് ബി ബൈ 2. അപ്പോൾ ഇവിടെ നോക്കുക ഡി വൈ ബൈ ഡി എക്സ്. അപ്പോൾ ഇവിടെ നമുക്കിനെ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് വി പ്രോ വരുമ്പോൾ വി പ്ലസ് കോസ് സ്ക്വയർ ഓഫ് ബി ബൈ 2. ഇനി ഡി വൈ ബൈ ഡി എക്സിൽ എങ്ങനെ കൊടുക്കണമെന്നാണ് പറഞ്ഞേ? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് അല്ലേ. അപ്പോൾ വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്തെടുക്കാം? വി പ്ലസ് കോസ് സ്ക്വയർ ഓഫ് വി ബൈ 2. സോ ഈ വിയും കൂടെ ക്യാൻസലായി പോവും. നമുക്കിനി ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ഡി വി ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ ഓഫ് വി ബൈ 2 ഉണ്ടോ is equal to dx by x. Variables are separating, then after integrating ഉണ്ടോ, വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇനി കോസ് സ്ക്വയർ വി ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? 1 ബൈ കോസ് സ്ക്വയർ വി ബൈ 2 സി സ്ക്വയർ വി ബൈ 2. സോ ദീസ് ഇൻ്റഗ്രൽസ് നമുക്ക് ഇൻ്റഗ്രൽ ഇങ്ങനെ പറയാൻ പറ്റും. ഇൻ്റഗ്രൽ സി സ്ക്വയർ വി ബൈ 2 is equal to ഇൻ്റഗ്രൽ 1 ബൈ എക്സ് ഡി എക്സ് ഉണ്ടോ. സി സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ ടാൻ ആണ്. അപ്പോൾ ടാൻ വി ബൈ 2 ഉണ്ടോ. ടാൻ സിക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ ടാൻ വി ബൈ 2 ഉണ്ടോ. ടാൻ വി ബൈ 2 ഈക്വൽ ടു ലോഗ് എക്സ് 1 ബൈ എക്സിൻ്റെ ലോഗ് എക്സ് പ്ലസ് കോൺസ്റ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ സി എന്ന് കിട്ടി അല്ലേ. ഇനി ടാൻ വി ബൈ 2 പറഞ്ഞാൽ ടാൻ ഓഫ് വി എന്ന് പറഞ്ഞാൽ എന്നതാ? വി ഇസ് ഈക്വൽ ടു വൈ ഈക്വൽ ടു വി എക്സ്. വി ഇസ് ഈക്വൽ ടു വൈ ബൈ എക്സ് അല്ലേ. അപ്പോൾ വൈ ബൈ 2x ഇസ് ഈക്വൽ ടു ലോഗ് എക്സ് പ്ലസ് സി. ഇക്വേഷൻ നമ്പർ ഇതിന് 1 എന്ന് കൊടുത്തല്ലോ. ലോഗ് എക്സ് പ്ലസ് ഇതിന് 1 അങ്ങ് കൊടുക്കാം. 1 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി വിടോ എക്സ് 1ഉം വൈ പൈ ബൈ 2 ആകുമ്പോൾ സിയുടെ വാല്യൂ കിട്ടുമല്ലോ. അപ്പോൾ എക്സ് 1 എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? എക്സ് 1 വൈ പൈ ബൈ 2. അപ്പം പൈ ബൈ 2 ആകുമ്പോൾ പൈ ബൈ 4 വരും ഇവിടെ. അപ്പോൾ ടാൻ വൈ പൈ ബൈ 2 എക്സ് 1 അപ്പോൾ പൈ ബൈ 2 ബൈ 2 ആകുമ്പോൾ പൈ ബൈ 4 ഈക്വൽ ടു ലോഗ് എക്സ് 1 അല്ലേ. അപ്പോൾ ലോഗ് 1 പ്ലസ് സി. സോ പൈ ബൈ 4 ഇസ് 1 ഉണ്ടോ. അപ്പോൾ 1 ഈക്വൽ ടു സി എന്ന് കിട്ടി. അപ്പോൾ 1 ഈക്വൽ ടു സി. അപ്പോൾ ഇവിടെ നമ്മൾ തിരിച്ച് ആ സിയുടെ വാല്യൂ റീപ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെ എടുക്കാൻ പറ്റും? ആൻസർ എന്ന് പറഞ്ഞത് കിട്ടും ടാൻ ഓഫ് വൈ ബൈ 2x ഈസ് ഈക്വൽ ടു ലോഗ് എക്സ് പ്ലസ് 1. ദാറ്റ് ഈസ് ആൻസർ. ലോഗ് എക്സ് പ്ലസ് 1 എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ആൻസർ കണക്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ലോഗ് എക്സ് പ്ലസ് 1 എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ആൻസർ കണക്ട് ചെയ്യാം. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്ക് ആൻസർ സോൾവ് ചെയ്യാനായിട്ട് പറ്റി. ഓക്കെ, സോ ഫൈൻഡ് ദ പർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. അപ്പോൾ ഹോമോജീനിയസ് ആയിരുന്നു, നമ്മളതിനെ കൺവേർട്ട് ചെയ്ത് പർട്ടിക്കുലർ സൊല്യൂഷൻസ് കണ്ടുപിടിച്ചു. സോ വി ഗെറ്റ് ഇൻ്റഗ്രൽ 1 ബൈ കോസ് സ്ക്വയർ വി ബൈ 2. അപ്പോൾ കോസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സി സ്ക്വയർ ആണ്. സി സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ ടാൻ ആണ്. അപ്പോൾ ടാൻ വി ബൈ 2. അപ്പോൾ നമ്മൾ പർട്ടിക്കുലർ സൊല്യൂഷൻ എക്സ് 1ഉം വൈ പൈ ബൈ 2 ആണ്. അപ്പോൾ പൈ ബൈ 2 ബൈ 2 ഇൻറ്റു 1 ദാറ്റ് ഈസ് പൈ ബൈ 4 എന്നുള്ള രീതിയിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റി. ഓക്കെ, സി ദ നെക്സ്റ്റ് വൺ ഈസ് തന്നെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അടുത്തൊരു ഫോമാണ്, ഈ ചാപ്റ്ററിൻ്റെ അടുത്തൊരു ഫോമാണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും. അപ്പോൾ എന്താണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ പ്രത്യേകത? dy by dx പ്ലസ് പി വൈ ഈസ് ഈക്വൽ ടു ക്യൂ ഉണ്ടോ. ആ ഫോമിൽ വരുന്നതിനെയാണ് നമ്മൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ വി ഫൈൻഡ് ഇറ്റ് ഇൻ ദ ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ. കണ്ടോ, നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ നമ്മൾ കണ്ടുപിടിക്കണം. എന്താണ് ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ? ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് ഉണ്ടോ. അപ്പോൾ ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് എന്ന് പറഞ്ഞാണ് ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ. അതിനുശേഷം നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ എടുക്കണമെങ്കിൽ വൈ ഇൻറ്റു ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ
ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ക്യൂ ഇൻറ്റു ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ ഓഫ് ഡി എക്സ് പ്ലസ് സി ഉണ്ടോ. അപ്പോൾ ഇത് ഇവിടുത്തെ പ്രത്യേകത പി ആൻഡ് ക്യൂ ആർ എലോൺ കോൺസ്റ്റന്റ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് എക്സ് ഉണ്ടോ. ഫങ്ഷൻസ് ഓഫ് എക്സിലോ കോൺസ്റ്റന്റിലോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ കണ്ടുപിടിച്ച് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഇനി തിരിച്ചു പറയാലോ, കോൺസ്റ്റൻസ് ആൻഡ് ഫങ്ഷൻസ് എലോൺ വൈ ഉണ്ടോ. ഫങ്ഷൻസ് എലോൺ വൈ ആണെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡി എക്സ് ബൈ ഡി വൈ പ്ലസ് പി എക്സ് ഇസ് ഈക്വൽ ടു ക്യൂ എന്ന് വരും. ഓക്കെ, അപ്പോൾ അവിടെ ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ പറഞ്ഞാൽ ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഡി വൈ എന്ന് വരും. സൊല്യൂഷൻ എടുക്കുമ്പം എക്സ് ഇൻറ്റു ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ക്യൂ ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഓഫ് ഡി വൈ പ്ലസ് സി. ആ രീതിയിൽ എടുത്ത് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കും. അപ്പോൾ തിരിച്ചും മറിച്ചും നമുക്ക് വരാവുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ഓർത്ത് വെക്കുക. സോ ദ ക്വസ്റ്റ്യൻ, ദ ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടോ. സാധാരണ രീതിയിൽ നമുക്ക് MCQ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് എപ്പോഴും കാണുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ കാണാൻ. ഓക്കെ, സോ ദ ക്വസ്റ്റ്യൻ ഈസ് 1 - x² × dy by dx പ്ലസ് xy ഈക്വൽ ടു ax ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനെ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് എഴുതുക അല്ലേ. സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുമ്പോൾ dy by dx നമുക്ക് എല്ലാത്തിനെയും 1 - x² വെച്ച് ഡിവൈഡ് ചെയ്യാം പ്ലസ് x by 1 - x² into y is equal to ax by 1 - x². So we take it integrative factor. Integrative factor എന്താണ്? e raised to integral p dx ആണ്. So e raised to integral p means x by 1 - x² dx. Okay, so we get we taking substitution 1 - x² equal to t, then minus 2x dx is equal to dt, then x dx is equal to minus dt by അപ്പം minus 1/2 dt. സോ ഇവിടെ നമുക്കിതിനെ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ഇൻ്റഗ്രൽ minus 1/2. അപ്പം minus 1/2 വെളിയിലിട്ടേക്കുക. ഇൻ്റഗ്രൽ കേട്ടോ minus 1/2 ഇൻറ്റു എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ 1 - x² 1/t ഉണ്ടോ. 1/t ഇൻ്റഗ്രൽ ലോഗ് ടി. അപ്പം ഇ റേസ് ടു minus 1/2 ലോഗ് ടി. അപ്പം നമുക്കതിനെ ഇ റേസ് ടു ലോഗ് ടി റേസ് ടു minus 1/2 ഉണ്ടോ. ഇ റേസ് ടു ലോഗ് ടി റേസ് ടു minus 1/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ വരും? ടി റേസ് ടു minus 1/2. ടി റേസ് ടു minus 1/2 എന്നതാ ടി റേസ് ടു minus 1/2 എന്നാ 1/t റേസ് ടു 1/2. ഓക്കെ, 1/t റേസ് ടു 1/2 അല്ലേ. ടി റേസ് ടു minus 1/2 ഈസ് 1/2 എന്ന് പറഞ്ഞാൽ കേട്ടോ ടി റേസ് ടു minus 1/2 1/t റേസ് ടു 1/2. അപ്പോൾ സോ ദാറ്റ് മീൻസ് 1/t റേസ് ടു 1/2. ടിയുടെ വാല്യൂ ടിയുടെ വാല്യൂ 1 - x² എന്നല്ല നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1/2 ആണ്ട് റൂട്ട് വരും. ദാറ്റ് മീൻസ് റൂട്ട് ഓഫ് 1 - x². സോ വി ടേക്ക് ഇറ്റ് ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി കണ്ടോ. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ നമുക്ക് ഓപ്ഷൻ ഡി കിട്ടി. ഓക്കെ, അപ്പോൾ അത് ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടോ. ലീനിയർ ഡിഫറൻഷ്യൽ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കണ്ടോ. ഫൈൻഡ് ദ പർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഇതിനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. സോ ഇറ്റ് ഈസ് എ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. സോ ദ ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ ആദ്യം കണ്ടുപിടിക്കണം. ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ ഈക്വൽ ടു ഇ റേസ് ടു ഇൻ്റഗ്രൽ c² dx. സോ ദിസ് ഈസ് ഇ റേസ് ടു ഇൻ്റഗ്രൽ c² തന്നെ tan x ആണ്. ഇ റേസ് ടു tan x. സോ ദ സൊല്യൂഷൻ ഈസ് y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഉണ്ടോ ഈസ് ഈക്വൽ ടു integral of q means tan x into c² x into അല്ലോ e raised to tan x dx ഉണ്ടോ. e raised to tan x dx എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും t ഈക്വൽ ടു എന്നാന്ന് കൊടുക്കാം tan x എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ dt എന്ന് പറഞ്ഞാൽ c² x dx ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ടേ. അപ്പോൾ നമുക്കിവിടെ y ഇൻറ്റു ഇ റേസ് ടു tan x is equal to integral tan x t ആണ് ഇൻറ്റു c² x dx എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ dt ആണ്. അപ്പം ഇ റേസ് ടു ടി dt എന്ന് കിട്ടി. സോ വി ക്യാൻ അപ്ലൈങ് ദി ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അല്ലേ. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യാലോ. ഇപ്പോൾ y ഇൻറ്റു ഇ റേസ് ടു tan x ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു integral of the second minus integral of the derivative of the first into integral of the second of dt. So this again t e raised to t minus e raised to t എന്ന് കിട്ടി കണ്ടോ. t e raised to t minus e raised to t. അപ്പോൾ നമുക്ക് അവിടെ റീപ്ലേസ് ചെയ്യാമല്ലോ. വാല്യൂ നമുക്ക് റീപ്ലേസ് ചെയ്ത് കൊടുക്കാമല്ലോ. അപ്പോൾ എന്ത് കിട്ടും? y ഇൻറ്റു ഇ റേസ് ടു tan x ഈസ് ഈക്വൽ ടു t എന്ന് പറഞ്ഞാൽ tan x ആയിരുന്നു അല്ലേ. t ഈസ് ഈക്വൽ ടു tan x. അപ്പോൾ tan x ഇൻറ്റു ഇ റേസ് ടു tan x മൈനസ് ഇ റേസ് ടു tan x പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ c. അപ്പോൾ നമുക്കിവിടെ ഇതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ പറയുന്നുണ്ട് y ഓഫ് 0 0. അപ്പോൾ x 0 കൊടുക്കുമ്പോൾ yയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ 0 ഇ റേസ് ടു tan 0 1 ആണ്. അപ്പോൾ 0 ഇൻറ്റു 1 ഈക്വൽ ടു tan 0 0 ഇൻറ്റു ഇ റേസ് ടു tan 0 1 അല്ലേ. അപ്പോൾ ഇ റേസ് ടു 0 മൈനസ്
ഇ റേസ് ടു ടാൻ 0 ഉണ്ടോ, ഇ റേസ് ടു ടാൻ 0 പ്ലസ് സി. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാം ഇവിടെ 0 വന്നു, 0 ഈസ് ഈക്വൽ ടു 0 ഇൻറ്റു ഇത് 0 ആണ്, മൈനസ് ഇ റേസ് ടു ടാൻ 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാൻ 0 1 ആണ് അല്ലേ. അപ്പം ഈ അല്ല ടാൻ 0 0 ആണ്, ടാൻ 0 0. ഓക്കെ, അപ്പോൾ ടാൻ 0 0 ആകുമ്പോഴത്തേക്ക് ഇ റേസ് ടു 0 എന്നതാണ്, ഇ റേസ് ടു 0 1 ആണ്. അപ്പം -1 പ്ലസ് സി. അപ്പോൾ 1 ഈക്വൽ ടു സി എന്ന് കിട്ടി ഉണ്ടോ, -1 ഇപ്പുറം വരുന്നത്, അപ്പോൾ 1 ഈക്വൽ ടു സി എന്ന് കിട്ടി. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെ എടുക്കാൻ പറ്റും, y ഇൻറ്റു ഉണ്ടോ, സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് എടുക്കാം y ഇൻറ്റു ഇ റേസ് ടു ടാൻ എക്സ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ടാൻ എക്സ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്കുണ്ടല്ലോ ഇ റേസ് ടു ടാൻ എക്സ് കോമൺ എടുത്താൽ ഇ റേസ് ടു ടാൻ എക്സ് ഇൻറ്റു ടാൻ എക്സ് -1 പ്ലസ് സി. അപ്പോൾ +1 വരും. ഓക്കെ, +1 എന്നുള്ള രീതിയിലേക്ക് ആൻസർ കണക്ട് ചെയ്യുക. അപ്പോൾ സിയുടെ വാല്യൂ ഇവിടെ 1 കിട്ടി, കാരണം -1 ആയിരുന്നല്ലോ, അപ്പുറം വന്നു, ഇപ്പുറം വന്നതിലേക്കും +1 ആയി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കണ്ടു കഴിഞ്ഞത് dy/dx + c² xy = tan x × c² x given that y0 = 0. ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ കണ്ടുപിടിച്ചിട്ട് ഫൈനൽ സൊല്യൂഷൻ കണ്ടു. സൊല്യൂഷൻ കണ്ടപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, y × e raised to tan x = integral tan x × c² x × e raised to tan x dx. അപ്പോൾ അവിടെ നമുക്കറിയാം t e raised to t ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്തു. ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ദി ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ്. അപ്പോൾ t e raised to t മൈനസ് e raised to t എന്ന് കിട്ടി. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സൊല്യൂഷൻ y × e raised to tan x = tan x × e raised to tan x മൈനസ് e raised to tan x പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ സി. അപ്പോൾ എക്സിന് 0 കൊടുക്കുന്നു, അപ്പം വൈക്കും 0 വരുന്നു. അപ്പോൾ 0 ആയിപ്പോയി, ഇത് 0 ഈസ് ഈക്വൽ ടു ഇത് tan 0 0. അപ്പോൾ ഈ സംഭവം 0 ആയിപ്പോയി, ഇവിടെ tan 0 എന്ന് പറഞ്ഞ 0, അപ്പോൾ ഇ റേസ് ടു 0 ആണ്. അപ്പം -1 ആണ് വരുന്നത്, ആ -1 ഇപ്പുറം വരുമ്പം +1 ആയി, ഈക്വൽ ടു സി എന്ന് കിട്ടി. ആ സിയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞ പാർട്ടിൽ നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ പൊതുവെ പറയുമ്പോൾ ഇൻ്റഗ്രൽ കാൽക്കുലസിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ എല്ലാ പ്രോബ്ലംസും നമ്മൾ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ നന്നായിട്ട് ഇത് പ്രിപ്പയർ ചെയ്ത് ഇൻ്റഗ്രൽ കാൽക്കുലസ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്കിലേക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നല്ല രീതിയിൽ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല മാർക്കിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, താങ്ക് യു.